നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം, ആ രീതിയിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ഇഷ്ടം ഇല്ലാതെ നിൽക്കുവാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വേണ്ടാതെ നിൽക്കുവാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട് തന്നെയാണ് കാണിക്കുന്നത്. അവരിപ്പോ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഈ റിലേഷനോട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ ഒരു മെസ്സേജോ കോളോ ആ രീതിയിൽ ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഡെത്ത് കാർഡ് ആണ്. ഇവിടെ കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയി പോയി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഡ് ആയിട്ടില്ല. ഇവിടെ അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് ഉണ്ടാവും, ഒരു റീബർത്ത് ഈ റിലേഷൻ ഉണ്ടാവും മുന്നോട്ട് എന്ന് കാണിക്കുന്നത്. ഇപ്പൊ തൽക്കാലത്തേക്ക് മാത്രമാണ് ഈ റിലേഷൻ ഇങ്ങനെ എൻഡ് ആയി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴെൻഡ് ആയ റിലേഷൻ നിങ്ങളിലേക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടൊരു റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു ബഹുമാനം, ആ രീതിയിലുള്ള ഒരു ഇമോഷൻ ആണ് ഉള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരു റെസ്പെക്ട്, ബഹുമാനം ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവര് ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുന്ന പേഴ്സൺ ആണ്. എന്നാൽ നിങ്ങളോടുള്ള സ്നേഹവും കണക്ഷനും അവരുടെ മനസ്സിലുണ്ട് താനും. ഇവിടെ അവർ കൂടുതലായിട്ട് അവരുടെ കരിയറിലും അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവർക്ക് റിലേഷന്റെ കാര്യത്തിൽ ഒരുപാട് എഫേർട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ അതുപോലെ അവരുടെ ഫാമിലി ഗ്രോത്ത് അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് അവരിപ്പം ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം റിലേഷനിലോട്ട് അവർ എഫേർട്ട് ഇടുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതാണ് ഈ റിലേഷനിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുന്നതിന് റീസൺ ആയത് എന്നാണ് കാണിക്കുന്നത്. ടു ഓഫ് വാൻസ് എനർജിയാണ്. ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഈ റിലേഷനിൽ മുന്നോട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എപ്പോഴും അവർ കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവോ എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ എപ്പോഴും അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷനാണ് പല സമയത്തും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിന് റീസൺ എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷൻഷിപ്പില് നിങ്ങളുടെ പേഴ്സൺ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കാണിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് അവരുടെ ഒരു എന്താ പറയുക, ഒരു സീരിയസ് അല്ലാതെ ഒരു പെട്ടെന്ന് ഒരു ക്രഷിന്റെ പുറത്ത് അവർ ഈ റിലേഷനിലോട്ട് ഇൻവോൾവ്ഡ് ആയതായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവര് അതുപോലെ എക്സ്പ്രസ് ചെയ്തിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ റിലേഷൻഷിപ്പില് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ട് ചില സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടാവുന്ന അകൽച്ചകള്, പിണക്കങ്ങള്, അതൊക്കെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ ഫ്യൂച്ചറിൽ ഓക്കെ ആവോ എന്നുള്ള ഡൗട്ട് അവർക്കുള്ളത്. അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അവർക്ക് ക്രിയേറ്റഡ് ആയതായി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരിപ്പം ഒരുപാട് ഈ റിലേഷനിലോട്ട് ഇൻവോൾവ്ഡ് ആവാതെ നിൽക്കുന്നത് എന്ന് കാണിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഫോർ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഈ റിലേഷൻ നിങ്ങൾ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിൽ ഇരിക്കുന്നതായിട്ടാണ്. നിങ്ങളുടെ ലൈഫിലെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഇൻവോൾവ്ഡ് ആവാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അത്രയും പെയിൻഫുൾ ആയിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ഈ റിലേഷനിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയും ഗ്യാപ്പ് വരുന്നത് നിങ്ങളെ മാനസികമായിട്ട് ഡൗൺ ആക്കി നിർത്തിയിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്.
ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇൻവോൾവ്ഡ് ആയ സമയത്ത് അവർക്ക് നിങ്ങളോടൊരു ക്രഷ്, ആ രീതിയിലാണ് അവർ ഇൻവോൾവ്ഡ് ആയത് എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം സ്ട്രോങ് ആയി വരികയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്നത്. അതായത് ഇപ്പം അവർക്ക് ഈ റിലേഷൻ വേണ്ട, അല്ലെങ്കിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയ ഇഷ്യൂസ് ആവും എന്നുള്ള രീതിയിൽ അകന്ന് നിന്നപ്പോഴാണ് അവരുടെ മനസ്സിൽ എത്രമാത്രം നിങ്ങൾ ആഴത്തിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണ് അവരുടെ മനസ്സിനകത്ത് നിങ്ങളോടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് അവര് തിരിച്ചറിയുകയും അവര് എത്രമാത്രം നിങ്ങൾ അവരുടെ മനസ്സിനകത്ത് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവർ ഈ റിലേഷനോട്ട് മുന്നോട്ട് ഇൻവോൾവ്ഡ് ആവും എന്നാണ് കാണിക്കുന്നത്. സെവൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇവിടെ അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിലൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് അവരെ ഈ റിലേഷനിൽ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, മുന്നേ അവര് ഒരു റിലേഷൻ ഫെയിലിയർ ഒക്കെ നടന്ന ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിലൊക്കെ അവരെ വിശ്വസിച്ച് നിന്ന ആളുകൾ അവരെ ചീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ അവരുടെ ലൈഫിൽ അവർ നേരിട്ടിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതെല്ലാം അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട്, ഈ റിലേഷൻ മാറി നിൽക്കുന്നതിന് റീസൺ ആയിട്ട് മാറുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ വിശ്വസിച്ച് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ ഫ്യൂച്ചർ ഉണ്ടാവോ, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലായിരിക്കും ഇതിന്റെ ഒരു ലൈഫ് മുന്നോട്ട് വരിക എന്നുള്ള കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ ഇനി ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹം മുന്നോട്ട് ഉണ്ടാവോ എന്നുള്ള പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റിലേഷനിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഗോൾഡ് ഡിഗർ എന്നാണ് കാണിക്കുന്നത്. ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ബെനിഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന റിലേഷൻസ് ഉണ്ടായിരിക്കാം കേട്ടോ അവിടെ. അതായത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ഇടയ്ക്കിടയ്ക്ക് സീക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. നിങ്ങളിൽ നിന്ന് സ്വർണം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പണം, ആ രീതിയിൽ നിങ്ങളുടെ ഒരു ഹെൽപ്പ് എപ്പോഴും സീക്ക് ചെയ്യുന്ന, നിങ്ങളോട് എപ്പോഴും അങ്ങോട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പേഴ്സന്റെ അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ശരിക്കും അവർ നിങ്ങളെ സ്നേഹിക്കുകയല്ല, നിങ്ങളിൽ നിന്നും നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്ത് നേടിയെടുക്കാം, എന്ത് അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരാം, ഏത് രീതിയിൽ അവരുടെ ലൈഫിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങളെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ റിലേഷൻ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. വെക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പം ഒരു ട്രാവൽ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കാണാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ട്രാവൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ലെറ്റ് ഗോ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഈ റിലേഷനെ കുറിച്ച് വറി ആവാതെ ഈ റിലേഷനിൽ മുന്നോട്ട് എന്താണ് യൂണിവേഴ്സ് മുന്നോട്ട് കരുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ വരട്ടെ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്തായാലും യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരുപാട് ടെൻസ്ഡ് ആവാതെ ഒരു ലെറ്റ് ഗോ മൈൻഡിൽ നിൽക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ഓപ്പർച്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നുകൂടി നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ടേക്ക് ആക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കാതെ ഇതെന്നിൽ നിന്ന് അകന്നു പോവാണെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടൊരു ഡള്ളായിട്ട്, അല്ലെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ റിലേഷനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഭയങ്കര ഒരു വീക്കായിട്ട് നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കരുത്. നിങ്ങൾ ഈ റിലേഷന് വേണ്ടി നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. അശ്വതി, സെപ്റ്റംബർ, ലെറ്റർ എസ്, ചതയം, ആയില്യം,
ലെറ്റർ എൻ 2000, 2001, ഏപ്രിൽ 1991, ലെറ്റർ സി മാർച്ച്, ജനുവരി 1987, ഉത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.